അസ്സലാമലൈക്കും ഹിബ. നമ്മൾ നോമ്പിന് മുന്നോടിയായിട്ട് നനച്ചൊളിക്ക് വേണ്ടിയിട്ട് മൊത്തം ഞാൻ വീട്ടിൽ എല്ലാം ഞാൻ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ബെഡ്ഷീറ്റും അതുപോലെ തന്നെ കാർപ്പറ്റും എല്ലാം ഞാൻ കഴുകി വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. നമ്മൾ ഒരു ലോഡ് തുണി അലക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇടണം. ഇത് നമ്മൾ വാഷ് ബേസിൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ. നമുക്കിവിടെ ഒന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളമായിരുന്നു വളരെ കൺജസ്റ്റഡായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അധികം കളികൾ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ മാത്രം കേട്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന കണ്ടെയ്നറുകളാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ കഴുകി പിന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തുള്ളത് നമ്മുടെ കൊണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പം ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലാതെ മുട്ടയാണ് എടുക്കുന്നില്ല കേട്ടോ. ഞാൻ ഡയറ്റ് മീലിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്യും സ്ലൈസ് ചെയ്യും ചെയ്യാനുള്ള വെജിറ്റബിൾസ് ആണ്. ഇതൊന്നായിട്ട് കഴിക്കാനല്ല, എൻ്റെ ഒരു 1 വീക്കിനുള്ള ഒരു 4 to 5 ഡേയ്സിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ബ്രൗൺ ഷുഗറാണത്. അപ്പം നമ്മുടെ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് കുടിക്കണമെങ്കിൽ. എൻ്റെ ഫ്ലേവർ വന്നിട്ട് മാംഗോ, വൈറ്റമിൻ സി വരുന്നത് യൂഷ്വലി ഓറഞ്ച് ഫ്ലേവറിലാണ് വരുന്നത്. നമ്മൾ കൂട്ടത്തിൻ്റെ ക്യാപ്സിൽസ് എടുത്തത് മാംഗോ ഫ്ലേവറാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ടാങ്ക് ഒക്കെ കുടിക്കില്ല, അതിൻ്റെ ഒക്കെ ഒരു ഫീലാണ് കേട്ടോ. ഇനി ബെഡ്റൂമിലോട്ട് കിടക്കാം. റൂം മൊത്തം കുറേ ദിവസമായിട്ട് നോക്കുന്നില്ല, എൻ്റെ പ്ലാന്റ്സിനൊന്നും നോക്കുന്നേ ഇല്ല. അതായത് ഇതൊക്കെ എടുത്ത് ഞാൻ പൊടി തട്ടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ഇന്നലെ ഏകദേശം ഒരു 1.5 ലിറ്റർ വെള്ളം കുടിച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പം ഏകദേശം ഒരു 2 ലിറ്ററോളം വെള്ളം കുടിച്ചു കഴിഞ്ഞു. മാത്രമല്ല അത് പുതിയ ഒരാളെ കൂടി ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഏകദേശം ഒരു 1.5 ലിറ്റർ കൊള്ളും. ഇത് ഏകദേശം 2 ലിറ്ററോളം കൊള്ളും കേട്ടോ. അപ്പം നമുക്ക് അധികം കുടിക്കുന്നത് ഓവർ ആയാലും ഓവർ ഹൈഡ്രേഷനാണ് ഉണ്ടാവുക. വെള്ളം കൂടി കുറഞ്ഞ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശരിക്കും ഈ വെള്ളത്തിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാൽ ഏകദേശം ഒരു നമ്മുടെ യൂറിൻ ഒരു പേൾ യെല്ലോ കളറൊക്കെ ആയെന്ന് പറഞ്ഞു വെച്ചാൽ അതൊക്കെ മതി. ചിലർ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അതൊരു ഓവർ ഹൈഡ്രേഷൻ ആവും. നമുക്ക് നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു യൂറിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു പേൾ യെല്ലോ കളറാണ്. അപ്പോൾ ആ ഒരു കളറിലൊക്കെ നമുക്ക് യൂറിൻ ഒരു പേൾ യെല്ലോ കളറിലൊക്കെ ആയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീര ആവശ്യത്തിന് ബോഡി ആവശ്യത്തിനുള്ള വാട്ടർ നമ്മൾ ബോഡി അബ്സോർവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഹൈഡ്രേറ്റഡ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനൊരു സമയത്ത് ഒരു 5 to 6 ലിറ്റേഴ്സ് ഒക്കെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ ഹൈഡ്രേറ്റഡ് ആയിരുന്നു എൻ്റെ ബോഡി. പിന്നെ ഞാൻ പതിയെ അത് കുറച്ചു. ഇപ്പോൾ പെർ ഡേ ഞാനൊരു 3 to 4 ലിറ്റേഴ്സ് ഒക്കെ കുടിക്കാറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ബോഡി വെയിറ്റിന് അത്രയും അത്യാവശ്യമാണ്. എനിക്ക് നിറയെ ആക്നെയൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടേഴ്സും കാണിക്കുന്ന ഡോക്ടേഴ്സ് ആണെങ്കിലും പറയായിരുന്നു ഇങ്ങനെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസീസുകളൊക്കെ. അപ്പോൾ ഡോക്ടേഴ്സ് പറയും ധാരാളം വെള്ളം കുടിക്കാൻ പറയും. ഞാനിത് എപ്പോഴും കേട്ടിട്ട് എൻ്റെ മെമ്മറിയിലും ബ്രെയിനിലും അതിനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിറയെ വെള്ളം വേണം. അങ്ങനെ ഞാൻ ഫുഡിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെള്ളം ഇങ്ങനെ ഒരു 5 to 6 ലിറ്റേഴ്സ് ഒക്കെ ഞാൻ ഒരു ഡേ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. മെയിനായിട്ട് എനിക്ക് വരുന്നൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അവർക്ക് മൈഗ്രെയിൻ വരാനുള്ള ഫസ്റ്റ് ചാൻസ് ആണ് ഫുഡ് അവോയ്ഡ് ചെയ്യൽ. പിന്നെ രണ്ടാമത്തത് വെള്ളം കൂടി കുറയ്ക്കുക. വെള്ളം കൂടി കുറഞ്ഞാലും ഒരു മിതമായ രീതിയിൽ എന്തായാലും വെള്ളം കുടിച്ചിരിക്കണം. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞു വെച്ചാലും ടെൻഷൻ, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഓരോരോ വ്യത്യാസങ്ങൾ നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ഹെൽത്തിനെയും അത് ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു ബിസി ലൈഫിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വർത്താനം പറഞ്ഞ് ഞാൻ എൻ്റെ കടമ്പകളും മറന്നു പോവാണ്. നമുക്കപ്പം ബെഡ് മേക്കിംഗ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു പേസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ച് കട്ടനും അതോടൊപ്പം ഞാൻ മാറ്റിട്ടോ.
ഒന്ന് വാഷ് ചെയ്തിട്ടുള്ള തുണികളൊക്കെ മുകളിൽ അലക്കാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് സമയമായി. അത് നമുക്ക് ഇത് ഉണങ്ങിയത് എടുത്തിട്ട് വരാം കേട്ടോ. കുറേയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്.